നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാക്രോണി റെസിപ്പി നോക്കിയാലോ? അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി വരുന്ന സമയത്ത് 2, 3 അല്ലി വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പകുതി സവാള, ചെറിയ പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ചേർത്ത് ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പകുതി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാവുന്നതാണ്. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതുപോലെ 1 ടീസ്പൂൺ സോയാ സോസ് ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 200 ഗ്രാം മാക്രോൺസ് ആണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ മാക്രോണിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പാസ്ത വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിസ്സ സോസും അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചില്ലി ചിക്കൻ്റെ മസാലയാണ് ചേർത്ത് കൊടുത്തത്. പകരം നമുക്ക് ചിക്കൻ മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോയും മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.